സോണിയുടെ ഏറ്റവും പുതിയ മിറർലെസ് ക്യാമറ Sony Alpha 7R5. നമുക്ക് ഈ ഒരു ക്യാമറ റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് നമ്മുടെ പോയം വെഡിങ്ങിലെ ദീപക് ബ്രോ ആണ്. ഇതൊരു ഫോട്ടോഗ്രാഫി സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. Sony Alpha 7R5 എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ട്. ആ ഒരു സെയിം ബോഡിയാണ് ഒരു ക്യാമറയ്ക്ക് വരുന്നത്. 61 MB ബാക്ക് സൈഡ് ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള CMOS സെൻസറാണ് ഈ ഒരു ക്യാമറയിൽ കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് 7R4ലും ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സെൻസർ കുറെ കൂടെ അപ്ഡേറ്റഡ് ഇംപ്രൂവ്ഡ് ആണെന്നാണ് സോണി പറയുന്നത്. ഇതിന്റെ പ്രോസസിംഗ് യൂണിറ്റ് വന്നിട്ട് സോണിയുടെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ക്യാമറ ആയിട്ടുള്ള Alpha 1ൽ വരുന്ന Bionic XR പ്രോസസിംഗ് യൂണിറ്റ് ആണ് വരുന്നത്. ഈ ഒരു ക്യാമറയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞ 4 ആക്സിസ് മൾട്ടി ആംഗിൾഡ് LCD സ്ക്രീൻ. ഈ ഒരു LCD സ്ക്രീനിന്റെ റെസൊല്യൂഷൻ നേരത്തെക്കാളും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു 4-വേ മെക്കാനിസം കാരണം ഇത് നമുക്ക് ഒരുപാട് ഡയറക്ഷനിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരുപാട് ആംഗിൾസ് പോലും സ്ക്രീൻ നോക്കി നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റും. ഇത് ബോഡിയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി വരുന്നതുകൊണ്ട് തന്നെ ടിൽറ്റ് റേഞ്ചും കുറച്ചുകൂടെ എക്സ്ട്രാ കിട്ടും. അതുപോലെ തന്നെ ഇതിലുള്ള ഹീറ്റ് ഡിസിപ്പേഷനെയും ഹെൽപ്പ് ചെയ്യും. പാനസോണിക്കിന്റെ ലുമിക്സ് X1S എന്ന മോഡലിലും ഈ ഒരു മെക്കാനിസം ഉണ്ടെങ്കിലും ഈ മോഡലിലുള്ള അത്ര ബെറ്റർ ആണെന്ന് തോന്നുന്നില്ല. അതിൽ ടിൽറ്റ് അപ്പ് മെക്കാനിസം ഉണ്ട്, എന്നാൽ ടിൽറ്റ് ഡൗൺ ഉണ്ടെന്ന് തോന്നുന്നില്ല. മുൻപ് പറഞ്ഞ പോലെ ബോഡി സെയിം 7M4 പോലെയാണെങ്കിലും ചെറിയ ചേഞ്ച് ഒക്കെ ഉണ്ട്. HDMI പോർട്ടിന് താഴെ ഇതിലൊരു ഫ്ലാഷ് സിങ്ക് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാർഡ് സ്ലോട്ട് വന്നിട്ട് ഡ്യുവൽ ഡബിൾ സ്ലോട്ട് ആണുള്ളത്. 2 CF Express Type A കാർഡും അല്ലെങ്കിൽ 2 SD കാർഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ EVF-നെ പറ്റി പറയുമ്പോൾ 9.4 മില്യൺ ഡോട്ട്സ് ഉള്ള 120 FPS-ന്റെ OLED EVF ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ക്യാമറയിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യമാണ് AI ബേസ്ഡ് ഓട്ടോ ഫോക്കസിങ്. സെപ്പറേറ്റ് ഒരു AI ചിപ്പ് തന്നെ കൊടുത്തിട്ട് ഫോക്കസിങ്ങിനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവരികയാണ് സോണി. നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മളൊരു സബ്ജക്റ്റ്, ഒരു ഹ്യൂമൻ സബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ ഐ നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പോൾ കണ്ണിൽ തന്നെ ഫോക്കസ് ചെയ്യിക്കുക അല്ലെങ്കിൽ ഫേസിൽ തന്നെ ഫോക്കസ് ചെയ്യിക്കും. പക്ഷേ ആ ഒരു സബ്ജക്റ്റ് ഫ്രെയിമിൽ നിന്ന് മാറുമോ അല്ലെങ്കിൽ വേറൊരാൾ ഇതിനകത്ത് കയറി വരികയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ആ ഒരു ഫ്രെയിമിൽ നിന്ന് കുറച്ച് ദൂരേക്ക് മാറുകയൊക്കെ ആണെങ്കിൽ ആ ഫോക്കസിങ് ചിലപ്പോൾ മാറിയാനെ. എന്നാൽ ഇതിൽ നമുക്ക് ഹ്യൂമൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹ്യൂമൻ പോസ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞ സംഭവം ഈ ഒരു ക്യാമറയിലുണ്ട്. അതായത് ഐ, ഫേസ്, നെക്ക്, ഷോൾഡർ, നീസ്, റിസ്റ്റ് ഇതെല്ലാം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഫോക്കസ് ലോക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരാളുടെ കണ്ണ് കണ്ടില്ലെങ്കിൽ ഇത് ഫേസിൽ ഫോക്കസ് ചെയ്യും, ഫേസ് ഇല്ലെങ്കിൽ ഹെഡ്, അതും ഇല്ലെങ്കിൽ നെക്ക്, ഷോൾഡർ, അങ്ങനെ എന്തെങ്കിലും ഒരു പാർട്ട് വെച്ചിട്ട് പിന്നെയും ഫേസ് എവിടെയായിരിക്കും ഐ എവിടെയായിരിക്കും എന്ന് കണ്ടുപിടിക്കാനായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് ഈ ഒരു ക്യാമറയിലുള്ള AI സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ട്. 693 AF പോയിന്റ്സ് ആണ് ഇതിൽ വരുന്നത്. അത് സെൻസറിന്റെ 79% വരുന്നുണ്ട്. ഇതിൽ സ്പെസിഫിക് ഹ്യൂമൻ ഫേസ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്താൽ പബ്ലിക്കിനിടയ്ക്ക് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു സബ്ജക്റ്റിനെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ സബ്ജക്റ്റ് ഫ്രെയിമിൽ വരുമ്പോഴൊക്കെ ഈ ഒരു ക്യാമറ ആ ഒരു സബ്ജക്റ്റിനെ തന്നെ ഫോക്കസ് ചെയ്യും. വേറൊരാൾ മുന്നിൽ വന്നാലോ അല്ലെങ്കിൽ മറിഞ്ഞാലോ ഒന്നും ആ ഒരു ഫോക്കസ് മാറത്തില്ല, അവിടെ തന്നെ സ്റ്റേ ചെയ്യും. ഇനി ഫോക്കസിങ് ഈ ഹ്യൂമനിൽ നിൽക്കുന്നില്ല. ആനിമൽസ്, ബേഡ്സ്, അതിൻ്റെയൊക്കെ കണ്ണ്, പിന്നെ കാറ്, എയ്റോപ്ലെയിന്, ട്രെയിന്, ഇൻസെക്ട്സ് വരെ ഇതിൻ്റെ AI യൂസ് ചെയ്ത് തിരിച്ചറിഞ്ഞ് ഫോക്കസ് ചെയ്യിക്കാനായിട്ട് കഴിയും. ഈ പറഞ്ഞ ഓട്ടോ ഫോക്കസിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒരേപോലെ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് കൂടാതെ AIയും വിസിബിൾ ലൈറ്റും പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു IR സെൻസറും കൂടെ ഉപയോഗിച്ചിട്ട് ഓട്ടോ വൈറ്റ് ബാലൻസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനും നമ്മുടെ ഈ ഒരു AI ചിപ്പിനെ കൊണ്ട് കഴിയും. നെക്സ്റ്റ്, ഈ ക്യാമറയിൽ 8 സ്റ്റെപ്പ് 5 ആക്സിസ് IBIS അഥവാ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. മുന്നേ ഉള്ള മോഡൽസിലും 5 ആക്സിസ് IBIS ഉണ്ടായിരുന്നെങ്കിലും അത് 5 സ്റ്റെപ്പ് വരെ ഉള്ളായിരുന്നു. ഇതിൽ ഇപ്പോൾ കുറെ കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു ക്യാമറയിൽ നമുക്ക് 8K വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 8K 24 FPS മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂ. പിന്നെ 4K വരുമ്പോൾ നമുക്ക് 24 FPS, 30 FPS, 60 FPS വരെ ഷൂട്ട് ചെയ്യാം. 120 FPS പറ്റത്തില്ല. 1080 നമുക്ക് 120 FPS സ്ലോ മോഷനൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ പറഞ്ഞ 4K 60 FPS-ലും 8K-ലും ഒക്കെ വരുമ്പോൾ ഒരു 1.24x ക്രോപ്പ് വരുന്നുണ്ട്. ഫുൾ ഫ്രെയിം സെൻസർ ആണെങ്കിൽ ഫുൾ ഫ്രെയിമിലായിരിക്കത്തില്ല നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഒരു 1.2x ക്രോപ്പ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഫോക്കസ് ബ്രീതിങ് കോമ്പൻസേഷൻ എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ അതും ഒരു അഡീഷണൽ ക്രോപ്പ് കൊണ്ടുവരും. അതുകൊണ്ട് ഇതിൻ്റെ റെസൊല്യൂഷനും ഫ്രെയിം റേറ്റും സെലക്ട് ചെയ്യുമ്പോൾ ആക്റ്റീവ് സ്റ്റെബിലൈസേഷനും ഫോക്കസ് ബ്രീതിങ്ങും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ക്യാമറയിൽ 61 MB റെസൊല്യൂഷൻ ഉള്ള ഒരു സെൻസർ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അൺകംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു റോ ഇമേജ് എടുക്കുമ്പോൾ ഏകദേശം ഒരു 130 MB-യോളം ഒക്കെ വരും. അതുകൊണ്ട് എപ്പോഴും നമുക്ക് അൺകംപ്രസ്ഡ് റോ റിലേ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഇതിൽ അതിന് പരിഹാരമായിട്ട് സെലക്ടബിൾ റോ ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. അൺകംപ്രസ്ഡ് റോ, കംപ്രസ്ഡ് ലാർജ്, കംപ്രസ്ഡ് മീഡിയം, കംപ്രസ്ഡ് സ്മോൾ എന്നിങ്ങനെ. ഇതിൽ വരുന്ന മെനു സിസ്റ്റം സോണിയുടെ 7M4-ലൊക്കെ ഉള്ളത് പോലത്തെ പുതിയ മെനു സിസ്റ്റമാണ് വരുന്നത്. അതുകൂടാതെ FX13-ലൊക്കെ ഉള്ളതുപോലെ ഒരു ക്വിക്ക് മെനുവും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ ഈ ക്യാമറ ആരാണ് എടുക്കേണ്ടത്?
ആൽഫ 7R4ൽ നിന്ന് ഒരു അപ്ഗ്രേഡ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും R5. എന്നാൽ വീഡിയോ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ 7S3 FX13 പോലുള്ള മോഡൽസ് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ ആൽഫ 1 വാങ്ങിക്കും, തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആൽഫ 1 ഈ പറഞ്ഞ 4 ആക്സിസ് മൾട്ടി ആംഗിൾഡ് LCD ഈ പറഞ്ഞ സ്ക്രീൻ ഇല്ല. ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇതെല്ലാ ക്യാമറയിലും വേണം. ഈ സാധനം അഴിച്ച് ബാക്കി ക്യാമറ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ?